ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഈ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിക്കുന്നൊരു വചനം വിശുദ്ധ ലൂക്കോസിനാൽ എഴുതപ്പെട്ട കർത്താവിൻ്റെ വിശ്വാസവിശേഷം 18-ാം അധ്യായം 9 മുതൽ 18 വരെയുള്ള വചനങ്ങൾ. അവിടെ നാം ഇപ്രകാരം കാണുന്നുണ്ട്. കർത്താവ് തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ജനസമൂഹത്തോട് ഒരു ഉപമ പറയുകയാണ്. പരീശൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയാണ്. തങ്ങൾ നീതിമാന്മാരെന്ന് ഗണിക്കുന്ന ആളുകളെക്കുറിച്ച്, തങ്ങൾ നീതിമാന്മാരെന്ന് ഗണിച്ച് തങ്ങളിൽ തന്നെ ആശ്രയിക്കുന്ന ഒരു കൂട്ടം ആളുകളെക്കുറിച്ചാണ് കർത്താവ് അവിടെ പറയുക. പ്രിയപ്പെട്ടവരെ, പരീശൻ ദൈവസന്നിധിയിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവൻ പറഞ്ഞു, ഞാൻ രാവിലെയും വൈകുന്നേരവും ഒക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ ദശാംശം ദേവാലയത്തിന് കൊടുക്കുന്നുണ്ട്. 2 തവണ ഉപവസിക്കുന്നുണ്ട്. നേരെ തിരിഞ്ഞ് ചുങ്കക്കാരനെ കാണിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇവൻ ചെയ്യുന്നതിനേക്കാളെല്ലാം ഏറ്റവും മനോഹരമായി ഞാൻ ചെയ്യുന്നുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്. സ്വർഗത്തിലേക്ക് പോലും നോക്കാൻ പറ്റാതെ അവൻ മാറത്തടിച്ചുകൊണ്ട് പറഞ്ഞു, മഹാപാപിയായ എന്നോട് കരുണ തോന്നണമേ. കർത്താവ് ദൈവം ചുങ്കക്കാരനിൽ പ്രസാദിച്ചു എന്നാണ് വചനം പറയുക. നമ്മളൊക്കെയും ഈ പരീക്ഷാ മനോഭാവത്തോടുകൂടിയാണോ ജീവിക്കുക? നമ്മൾ കേമന്മാരാണെന്ന്, അല്ലെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ്, മറ്റുള്ളവരെക്കാൾ കൂടുതൽ ദേവാലയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്, മറ്റുള്ളവരെല്ലാം പാപിയാണ്, ഞാൻ മാത്രം വിശുദ്ധനാണെന്ന് ചിന്തിക്കുന്ന ഒരു പരീക്ഷ മനോഭാവം നമുക്കുണ്ടോ? അങ്ങനെയെങ്കിൽ സൂക്ഷിക്കുക. നമ്മൾ സ്വയം നീതീകരിക്കാൻ നോക്കുമ്പോൾ ദൈവം നമ്മളെ നീതീകരിക്കാതിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ എന്തെങ്കിലും ആണെങ്കിൽ അത് ദൈവകൃപയാലാണെന്ന് പൗലോസ് പറഞ്ഞതുപോലെ നമുക്ക് പള്ളിയിൽ പോകാൻ പറ്റുന്നുണ്ട്, പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്, വചനം വായിക്കാൻ പറ്റുന്നുണ്ട്, നന്മ ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ അത് ദൈവത്തിൻ്റെ ഒരു കരുണ കൊണ്ട് മാത്രമാണ്, കൃപ കൊണ്ട് മാത്രമാണെന്ന് തിരിച്ചറിയുവാനും എളിമപ്പെടാനും നമുക്ക് ഇടയാകട്ടെ. അഹങ്കരിക്കാതെ എളിമപ്പെടുന്ന സ്വഭാവത്തിനുടമകളായി നമുക്ക് മാറാം. അതിന് ഈ വചനഭാഗം ഇടയാകട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാം വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.